കർത്താവിന് മഹത്വം. ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിനായിട്ട് കർത്താവിനെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ലോകമെങ്ങും കൊറോണ ഭീതിയിലായിരിക്കുമ്പോൾ ഓരോ ദിവസവും രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ ഭീതിയിൽ നിന്ന് ഭീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം നടുവിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ തലകളെ ഉണക്കി ലോക രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ബഹ്റൈൻ രാജ്യത്തിന് വേണ്ടി നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ധാരാളം ദൈവവചനം ഈ നാളുകളിൽ പ്രഘോഷിക്കപ്പെടുന്നു. ഈ വചനം ജനങ്ങൾക്ക് ആശ്വാസമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകമെങ്ങുമുള്ള സകല ദൈവമക്കളെയും സകല ജനങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊറോണ വൈറസിൻ്റെ ഭീതിയാൽ ജനങ്ങൾ കഴിയുന്നു. രോഗികളുടെ എണ്ണം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മരണസംഖ്യ ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. നാശകദൂതനോട് കൈ പിൻവലിക്കുവാൻ കൽപ്പിക്കാനുള്ള അധികാരം അങ്ങേക്ക് മാത്രമാണ്. ദൈവം അത് ചെയ്യണമേ കർത്താവേ. എത്രയും വേഗം സമാധാനം ലോകത്തെല്ലാം ഉണ്ടാകുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിന് മുൻപൊന്നും ഇല്ലാത്തതുപോലെ ദൈവവചന പ്രഘോഷണം അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വചന ശുശ്രൂഷകളൊക്കെ ആയിരങ്ങൾക്ക് വിടുതലായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണം. ഇന്ന് രാത്രിയിലെ തിരുവചന ശുശ്രൂഷയും അനുഗ്രഹമായി തീരുവാൻ കൃപ ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിനയമായിട്ട് അപേക്ഷിക്കുന്നത് കൃപയോട് കേട്ടുത്തരം വല്ലമാറാകണമേ. ആമേൻ. രണ്ട് കരച്ചിലുകളുടെ മധ്യത്തിൽ ജീവിക്കുന്ന മാനവജാതി കരഞ്ഞുകൊണ്ട് ജനിക്കുന്നു, കരയിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. അങ്ങനെയുള്ള മനുഷ്യ ജീവിതത്തിൽ ധാരാളം കരയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ദൈവവചനം പഠിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലായി ദൈവഭക്തന്മാർ കരഞ്ഞതിനെ കുറിച്ച് നാം തിരുവചനത്തിൽ പഠിക്കുന്നു. 3 ആഴ്ച മുൻപ് ഞാൻ ചെയ്ത ഒരു പ്രസംഗത്തിൽ ആ കാര്യം ഓർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി ഇന്ന് രാത്രിയിലും ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. 3 കാര്യങ്ങളാണ് അന്ന് പ്രസ്താവിച്ചത്. ഒന്നാമത്തെ കാര്യം മത്തായി സുവിശേഷം 26-ാം അധ്യായം 75-ാം വാക്യം. അവിടെ പത്രോസിന്റെ കരച്ചിലിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. പത്രോസ് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. എന്തിനാണ് അങ്ങനെ കരഞ്ഞത്? ആ കരഞ്ഞത് കൊണ്ട് അവൻ എന്താണ് സാധിച്ചത്? പീറ്റർ വാസ് റീഇൻസ്റ്റേറ്റഡ് ഇൻ ഹിസ് കോളിംഗ് ഓർ മിഷൻ. അവന്റെ വിളിയിലേക്ക്, അവന്റെ മിഷനിലേക്ക് അവനൊരു യഥാസ്ഥാപനം ആ കരച്ചിലുകൾ ഉണ്ടായി. രണ്ടാമത് 1 ശമൂവേൽ 30-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ ദാവീദിനെ കുറിച്ച് വായിക്കുന്നു. കരയുവാൻ ബലമില്ലാതാകുവോളം ദാവീദ് കരഞ്ഞു. അതുകൊണ്ട് എന്താണ് ഫലമുണ്ടായത്? He recovered and brought back everything which was lost. നഷ്ടപ്പെട്ടത് മുഴുവനും തിരിച്ചു കൊണ്ടുവരുവാൻ ദാവീദിന് കഴിഞ്ഞു. മൂന്നാമതായി നെഹമ്യാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇരുന്ന് കരയുന്ന നെഹമ്യാവ്. ആ നെഹമ്യാവ് അങ്ങനെ ഇരുന്ന് കരഞ്ഞതുകൊണ്ട് 52 ദിവസം കൊണ്ട് ഇടിഞ്ഞു കിടന്ന ദൈവത്തിന്റെ ആലയം, യെരൂശലേമിന്റെ ആലയം പുതുക്കി പണിയുവാൻ നെഹമ്യാവിന് സാധിച്ചു. നാളുകളായി ഇടിഞ്ഞു കിടന്ന ആ മതിലുകളെ 52 ദിവസം കൊണ്ട് പണിതെടുക്കുവാൻ നെഹമ്യാവിനെ ബലപ്പെടുത്തിയത് ഇരുന്ന് കരഞ്ഞ നെഹമ്യാവിന്റെ കണ്ണുനീരാണെങ്കിൽ, ഇന്ന് രാത്രി 4-ാമത്തെ ഭാഗത്തിലേക്ക് നാം കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. എസ്രായുടെ പുസ്തകം
10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള കരച്ചിലിനെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. നമുക്കൊന്ന് വായിക്കാം. എസ്രായുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. എസ്രാ ഇങ്ങനെ ദൈവാലയത്തിനു മുൻപിൽ വീണ് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേലിയരുടെ ഏറ്റവും വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. അവിടെ നാം വായിക്കുന്നത്, നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞെങ്കിൽ എസ്ര കിടന്നു കരഞ്ഞു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിക്കുന്നു. ഓരോ കരച്ചിലുകൾക്കും അതിൻ്റെതായ തീഷ്ണതയുണ്ടായിരുന്നുവെന്നും ആ കരച്ചിലുകളുടെ പിന്നിൽ കാര്യങ്ങളുടെ ഗൗരവം വളരെ വലുതായിരുന്നുവെന്നും നാം മനസ്സിലാക്കും. എസ്ര ഇങ്ങനെ ദൈവാലയത്തിന് മുൻപിൽ വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേല്യരുടെ ഏറ്റവും വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. കരയുവാൻ മനസ്സ് വെക്കുന്ന ഒരു പുരോഹിതനുണ്ടെങ്കിൽ ആ പുരോഹിതന്റെ കരച്ചിലിന് പിന്നാലെ കരയുന്ന ഒരു സമൂഹം എഴുന്നേൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, ഈ നാളുകളിൽ ലോകമെങ്ങും കണ്ണുനീരിന്റെ ഒരു അനുഭവമാണ്, ഭീതിയുടെ അനുഭവമാണ്. എന്ത് സാധിക്കും, എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് അറിയാൻ പാടില്ലാതെ ജനങ്ങൾ നന്നായി പാടുപെടുന്നു, അവർ കരയുന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദിസ് ഈസ് നോട്ട് ദ ടൈം ഓഫ് മെറി മേക്കിംഗ്, ദിസ് ഈസ് നോട്ട് ദ ടൈം ഓഫ് മേക്കിംഗ് ജോക്സ് ഓർ സെലിബ്രേഷൻസ്, ബട്ട് ദിസ് ഈസ് ദ ടൈം ടു സ്റ്റാർട്ട് പ്രേയിങ്, വീപ്പിംഗ് ആൻഡ് കൺഫസിംഗ്. എസ്ര അതാണ് ചെയ്തത്. എസ്ര എന്ന് പറയുന്ന ഒരുവൻ കരയുവാൻ തുടങ്ങി. ഒരുവൻ വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനും ഏറ്റുപറയുവാനും തുടങ്ങി. ജനങ്ങൾ അവനോടൊപ്പം കൂടിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എസ്തറിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിലും നാം അങ്ങനെ ഒരുവനെ കാണുന്നു. മൊർദെഖായി ഒറ്റയ്ക്ക് പട്ടണത്തിന്റെ നടുവിലേക്ക് ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ കരഞ്ഞു. അവൻ ഒറ്റയ്ക്കാണ് കരഞ്ഞത്. ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ടിരുന്ന മൊർദെഖായിയോട് ചേർന്ന് കരയുവാൻ ഒരു വലിയ സമൂഹം അവിടെ വരുന്നത് കാണുവാൻ സാധിക്കും. ഏലിയാവ് ഒറ്റയ്ക്കാണ് കരഞ്ഞത്. ആ ഏലിയാവിനോട് ചേർന്ന് കരയുവാൻ ദൈവം ഒരു വലിയ സമൂഹത്തെ വേർതിരിച്ചു നിർത്തിയിരുന്നു. അങ്ങനെ കരയുന്ന ഒരു പുരോഹിതന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതാണ് നാം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എസ്രായുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഒരു വലിയ ലിസ്റ്റ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ യെരുശലേമിലേക്ക് മടങ്ങി വന്ന ജനം ആരാധനയ്ക്കും ദൈവത്തെ സ്തുതിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും തങ്ങളുടെ മനസ്സ് വെച്ച് ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും അവരുടെ ലിസ്റ്റും 2-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. എന്നാൽ ആ പുസ്തകത്തിന്റെ അവസാന അധ്യായമായിരിക്കുന്ന 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ലിസ്റ്റ് കാണാം. ആ ലിസ്റ്റ് എന്ന് പറയുന്നത് പാപികളുടെ ഒരു വലിയ ലിസ്റ്റാണ്. ആ പാപികൾ എന്ന് പറയുന്നത് 2-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന പുരോഹിതന്മാരും അതുപോലെ ശ്രേഷ്ഠന്മാരുമായിരിക്കുന്ന ആളുകൾ അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളുടെ പട്ടികകളും അവർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ അവസ്ഥകളും ഒക്കെ വിവരിക്കുന്ന 10-ാം അധ്യായം. എന്നാൽ ആ 10-ാം അധ്യായം എഴുതി അവസാനിപ്പിക്കുന്നത് ഒരു വലിയ വിലാപത്തോടുകൂടെ, കരച്ചിലോടുകൂടെ, അനുതാപത്തോടുകൂടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് ആ അധ്യായം പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, പാപം പെരുകുമ്പോൾ ഒരു ദൈവപൈതൽ കരയുവാൻ മനസ്സ് വെക്കണം. ഇന്ന് ലോകമാകമാനമുള്ള ദൈവമക്കളെ തന്നെ നമ്മൾ എടുത്താൽ ദൈവമക്കളുടെ ദൈവഭയം നഷ്ടപ്പെട്ടിട്ട് ഏത് പാപവും ചെയ്യുവാൻ മനസ്സ് മടിക്കാത്ത ഒരു സമൂഹമായി ഞാൻ ഉൾപ്പെടെയുള്ള ദൈവ സമൂഹം, ദൈവമക്കളുടെ സമൂഹം ആയിത്തീരുന്ന ഒരു പ്രത്യേകമായ പശ്ചാത്തലം.
എന്നാൽ ഇന്ന് രാത്രി വേദനയോടെ ഞാൻ പറയട്ടെ, ഇസ്രയേൽ മക്കളുടെ, യഹൂദ ജനത്തിന്റെ പാപത്തെ ഓർത്തുകൊണ്ട് എസ്ര ഇങ്ങനെ ദൈവാലയത്തിന് മുൻപിൽ വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്തു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. അങ്ങനെ എസ്ര വീണ് കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേലിയുടെ ഏറ്റവും വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നുകൂടി അവരും കരയുവാൻ തുടങ്ങി. അങ്ങനെ കരയുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നാം താഴോട്ട് വായിക്കുന്നത്. എല്ലാം വായിക്കുവാൻ നമ്മുടെ മുൻപിൽ സമയമില്ല. 2-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ശെഖന്യാവ് എന്ന് പറയുന്ന ഒരുവൻ എസ്രയോട് പറയുന്ന കാര്യം നമുക്കൊന്ന് വായിക്കാം. നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു. ദൈവമക്കൾ ഓർക്കണം, നാം പാപം ചെയ്യുമ്പോൾ ആ പാപം മനുഷ്യരോടാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. പാപത്തെ പ്രധാനമായി 2ആയി നമുക്ക് കാണുവാൻ സാധിക്കും. പാപത്തിന് ഒരു രഹസ്യവശമുണ്ട്, ഒരു പരസ്യവശമുണ്ട്. രഹസ്യവശം എന്ന് പറയുന്നത് ദൈവവുമായി ബന്ധപ്പെട്ടതും പരസ്യവശം എന്ന് പറയുന്നത് മനുഷ്യനുമായി ബന്ധപ്പെട്ടതുമാണ്. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നു, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു. ജനം ചെയ്യുന്ന പാപം ദൈവത്തോടാണ്. അതുകൊണ്ടാണ് യോസേഫ് ഒരിക്കൽ പറഞ്ഞത്, ഈ മഹാവഷളത്വം പ്രവർത്തിച്ച് എന്റെ ദൈവത്തോട് പാപം ചെയ്യുവാൻ എനിക്കിടയാകരുത്. ശമൂവേൽ പറഞ്ഞു, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടയാകരുത്. ദാവീദ് പറഞ്ഞു, ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു ദൈവപൈതൽ എന്നുള്ള നിലയിൽ നാം ചെയ്യുന്ന പാപങ്ങൾക്ക് 2 വശമുണ്ട്. ഒന്ന് അതിന്റെ രഹസ്യമായ ഒരു വശമാണ്, മറ്റൊന്ന് പരസ്യമായ വശമാണ്. നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിന്റെ പരസ്യമായ ഭാഗത്തിനാണ്. എന്നാൽ അതിനേക്കാൾ അധികമായി വേദനിക്കുന്ന മറ്റൊരു ഭാഗമാണ് രഹസ്യ ഭാഗം. അവിടെ നമ്മുടെ കർത്താവ് വേദനിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എങ്കിലും ശെഖന്യാവ് എന്ന എസ്രയോട് പറയുകയാണ്, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്ത് ദേശനിവാസികളിൽ നിന്ന് അന്യജാതിക്കാരികളെ വിവാഹം ചെയ്തിരിക്കുന്നു. അവരെ സംബന്ധിച്ചുണ്ടായ പാപം എന്ന് പറയുന്നത് അതാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റു പല നിലയിലുള്ള പാപങ്ങളായിരിക്കാം. എന്നാൽ ഈ രാത്രി ഏത് നിലയിലുള്ള പാപമാണെങ്കിലും പാപം ദൈവത്തോടുള്ള ദ്രോഹമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ മനസ്സ് വെച്ചാൽ ആ ശെഖന്യാവ് പറയുന്നത് എന്താണ്? എങ്കിലും വായിക്കാം. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട്. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മളെ എന്നേക്കും തള്ളിക്കളയുവാൻ ആഗ്രഹിക്കുന്നവനല്ല. അവന്റെ അടുക്കൽ വന്ന് നിലവിളിക്കുന്ന ഏവനോടും കരുണ ചെയ്യുവാനും അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരെ ഉദ്ധരിച്ച് അവരെ വീണ്ടെടുത്ത് പിന്നെയും യഥാസ്ഥാനത്താക്കുവാനും നമ്മുടെ ദൈവം മനസ്സ് വെക്കുന്നവനാണ്. എന്നിട്ട് അവൻ വന്ന് പറയുകയാണ്, നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാരം വരുത്തണമെന്ന് 3-ാം വാക്യത്തിൽ പറയുന്നു. എന്നിട്ട് പറയുന്നു, നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനയിൽ വിറയ്ക്കുന്നവരുടെയും നിർണയപ്രകാരം നീക്കിക്കളവാൻ നമ്മുടെ ദൈവത്തോട് നാം ഒരു നിയമം ചെയ്യുക. പാപങ്ങളെ നീക്കിക്കളയാൻ ഒരു നിയമം ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് ന്യായപ്രമാണത്തിന് അനുസാരമായി നടക്കട്ടെ. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമക്കളെ, പാപങ്ങളെ നീക്കിക്കളയുന്നത് ന്യായപ്രമാണത്തിന് അനുസാരമായി എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് അനുസാരമായി പാപങ്ങളെ നീക്കിക്കളയുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എന്നിട്ട് അവൻ പറയുന്നു, എഴുന്നേൽക്ക, ഇത് നീ നിർവഹിക്കേണ്ടുന്ന കാര്യമാകുന്നു. ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും. നീ ധൈര്യപ്പെട്ട് പ്രവർത്തിക്കുക. അങ്ങനെ എസ്ര എഴുന്നേറ്റു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ഇന്ന് രാത്രി എസ്രായോട് ചേർന്ന് ആ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്നിട്ട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായി പാപങ്ങളെ ഉപേക്ഷിപ്പാൻ അവർ തീരുമാനിച്ചു. പാപത്തിന് കാരണമായിരിക്കുന്ന വിഷയങ്ങളെല്ലാം നീക്കി അവർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ അവർ ആഗ്രഹിച്ചു. 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 9-ാം വാക്യത്തിന്റെ അവസാന ഭാഗം സകല ജനവും വായിക്കാം. സകല ജനവും ആ കാര്യം ഹേതുവായിട്ടും
വൻ മഴ നിമിത്തവും വിറച്ചും കൊണ്ട് ദൈവാലയത്തിന്റെ മുറ്റത്തിരുന്നു. രാത്രി ഓർപ്പിക്കാം ദൈവമക്കളെ, ആ കാര്യം ഹേതുവായിട്ടും വൻമഴ നിമിത്തവും വിറച്ചും കൊണ്ട് ദൈവാലയത്തിന്റെ മുറ്റത്ത് വന്നു. എന്നിട്ട് അടുത്ത വാക്യം, അപ്പോൾ എസ്രാ പുരോഹിതൻ എഴുന്നേറ്റ് അവരോട്, നിങ്ങൾ ദ്രോഹം ചെയ്ത് ഇസ്രായേലിന്റെ കുറ്റത്തെ വർദ്ധിപ്പിക്കേണ്ടതിന് അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചിരിക്കുന്നു. നിങ്ങൾ ദ്രോഹം ചെയ്ത് ഇസ്രായേലിന്റെ കുറ്റത്തെ വർദ്ധിപ്പിക്കേണ്ടതിന് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണമെന്ന് താൻ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിന്റെ 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിന് അസാഹേലിന്റെ മകനായ യോനാഥാനും തുക്കിയുടെ മകനായ യഹസ്യാവും മാത്രം വിരോധം പറഞ്ഞു. മെശുല്ലാമും ശബഥായി എന്ന ലേവ്യനും അവരെ താങ്ങി പറഞ്ഞു. രാത്രി ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ. ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി എസ്രാ പുരോഹിതനോട് ചേർന്ന് ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് എല്ലാവരും ഒരുമിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ന്യായപ്രമാണത്തിന് അനുസാരമായിരിക്കുന്ന തീരുമാനത്തിലേക്ക് വരുവാൻ അവർ അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പാപഹേതുവായി തീർന്ന എല്ലാ കാര്യങ്ങളോടും യാത്ര പറഞ്ഞ് അവയെ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടാമെന്ന് അവർ തീരുമാനമെടുത്ത് എല്ലാവരും കൈയടിച്ച് പാസാക്കി അങ്ങനെ മുൻപോട്ട് വരുമ്പോൾ നാം കാണുന്നത് രണ്ടുപേര് അവർക്ക് വിരോധം പറഞ്ഞു. ആ വിരോധം പറഞ്ഞവരെ താങ്ങുവാനും ചിലരുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഈ രാത്രി ഞാൻ ദൈവസഭകളോട് ഓർപ്പിക്കട്ടെ, ദൈവസഭകളെ നമ്മൾ ഉണരുവാൻ തീരുമാനിക്കുമ്പോൾ, പാപങ്ങളെ ഉപേക്ഷിപ്പാൻ തീരുമാനിക്കുമ്പോൾ വിരോധം പറയുന്നവരുണ്ടായിരിക്കാം, വിരോധം പറയുന്നവരെ താങ്ങുന്നവരുണ്ടായിരിക്കാം. എങ്കിലും ദൈവസന്നിധിയിൽ ഉറച്ചു നമ്മൾ നിൽക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ടായിട്ടും അവരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് കൈയടിച്ചു. അവർ കൈയടിച്ച് ഒരുമിച്ച് അവരുടെ പാപങ്ങളെ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പുരോഹിതന്മാരുടെ പുത്രന്മാരിലും ഇങ്ങനെയുള്ള പാപങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാവരിലും ഈ പാപം കടന്നുകൂടി എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. അങ്ങനെ കരയുന്ന ഒരു എസ്ര ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം തന്റെ ജനത്തിന്റെ കരച്ചിൽ കേട്ട് ദൈവജനത്തെ വിശുദ്ധിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് രാത്രി നമ്മളൊക്കെ വളരെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് അനേക ജീവിതങ്ങളെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ, അനേകരെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ നാളുകൾ മാനസാന്തരത്തിന്റെ നാളുകളായി തീരട്ടെ, അനുതാപത്തിന്റെ നാളുകളായി തീരട്ടെ. ദൈവത്തോട് ദ്രോഹം ചെയ്യുന്ന പാപങ്ങൾ നിർത്തിക്കൊണ്ട് അത് അവസാനിപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരാം, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി തീരാം, അവന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരായി തീരാം. അങ്ങനെയുള്ള ഒരനുഭവത്തിലേക്ക് നാം മടങ്ങി വരേണ്ടതിന് നിലവിളിക്കുന്ന ചില എസ്രാമാർ ആവശ്യമാണ്. ആ എസ്രയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ ആവശ്യമാണ്. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ മനസ്സുവെച്ചാൽ എന്താ സംഭവിക്കുന്നത്? ജനം റിപ്പന്റ് ചെയ്തു. and they returned to the holiness. അവർ ആ വിശുദ്ധിയിലേക്ക് മടങ്ങി വന്നു. ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് നമ്മുടെ തലമുറയുടെ പാപങ്ങളെ ഓർത്തുകൊണ്ട് കരയുവാൻ, കണ്ണുനീരൊഴുക്കുവാൻ നമ്മൾ മനസ്സ് വെച്ചാൽ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന അവർക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയാണ്. ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ഏറ്റുപറയുവാൻ മനസ്സ് വെച്ചാൽ ദൈവം അവരെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് നിർത്തുവാനായിട്ട് സാധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. അപ്പോൾ 4-മതായി ഞാൻ ഓർപ്പിച്ച ഈ കാര്യം എന്ന് പറയുന്നത് വീപ്പിംഗ് ആൻഡ് ഫാളിംഗ് ഡൗൺ. എന്തിനു വേണ്ടിയാ? ടു റിപ്പന്റ് ആൻഡ് റിട്ടേൺ ടു ദ ഹോളിനെസ്. അതിനു വേണ്ടിയാ നമ്മൾ നിലവിളിക്കേണ്ടത്. കൊറോണ വൈറസ് അതിന്റെ വഴിക്ക് പോകും. അത് ഏത് നിലയിലാണെങ്കിലും ദൈവിക നിയന്ത്രണത്തിൽ അത് പോകേണ്ടതുപോലെ പോകും. എന്നാൽ ഇതിന്റെ നടുവിൽ ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ അകത്തൊരു വിശുദ്ധി ഉണ്ടാകണം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ വിശുദ്ധിയിൽ നമ്മെ തന്നെ സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 5-മതായി എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തിന് പ്രാർത്ഥിക്കണം? ജെറമ്യ ചാപ്റ്റർ 13:17. യെരമ്യാ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ മറ്റൊരു പ്രത്യേകമായ നിലയിലുള്ള ഒരു പ്രാർത്ഥനയെ കുറിച്ച് നാം കാണുന്നുണ്ട്. നമുക്കത് വായിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കണം?
നിങ്ങൾ കേട്ടനുസരിക്കയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർവം നിമിത്തം രഹസ്യത്തിൽ കരയും. യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ടുപോയിരിക്കാൻ ഞാൻ ഏറ്റവും കരഞ്ഞ് കണ്ണുനീരൊഴുക്കും. അവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ കേട്ടനുസരിക്കുകയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർവം നിമിത്തം രഹസ്യത്തിൽ കരയും. ഇസ്രായേൽ മക്കളുടെയും യഹൂദയുടെയും ഗർവം, അതിനെക്കുറിച്ച് പല വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താണ്? 9-ാമത്തെ വാക്യം, അതേ അധ്യായം 9-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇങ്ങനെ ഞാൻ യഹൂദയുടെ ഗർവവും യെരൂശലേമിന്റെ മഹാഗർവവും കെടുത്തുകളയും. അപ്പോൾ യഹൂദയുടെ ഗർവം, യെരൂശലേമിന്റെ മഹാഗർവം എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. 15-ാം വാക്യം. നിങ്ങൾ കേൾക്കുവീൻ, ചെവി തരുവീൻ, ഗർവിക്കരുത്, യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന് സഹിക്കാൻ പറ്റാത്തതും ദൈവത്തിന് ഉൾക്കൊള്ളുവാൻ പറ്റാത്തതും ദൈവമക്കളുടെ ഗർവമാണ്. യഹൂദയുടെ ഗർവം, യെരൂശലേമിന്റെ മഹാഗർവം, അത് ദൈവത്തിന് സഹിക്കുവാൻ പറ്റുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിലേക്കെല്ലാം ഞാൻ പോകുന്നില്ല. 13-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കണം. ഗർവിക്കരുത്, അഹങ്കാരം താത്തുവെക്കണം, ഉന്നതഭാവവും നിങ്ങളഹൃദയവും ഉള്ളവനെ ഞാൻ സഹിക്കുകയില്ലെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവജനത്തിന്റെ ഗർവ നിമിത്തം, ദൈവജനത്തിന്റെ അഹങ്കാര നിമിത്തം, ദൈവജനത്തിന്റെ ഉന്നതഭാവ നിമിത്തം രഹസ്യത്തിൽ കരയുന്ന പ്രവാചകന്മാർ ഈ നാളുകളിൽ എഴുന്നേൽക്കുവാനിടയാകട്ടെ. യെരമ്യാവിനോട് പറയുകയാണ്, നിങ്ങൾ കേട്ടനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർവം നിമിത്തം രഹസ്യത്തിൽ കരയും. യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാൽ ഞാൻ ഏറ്റവും കരഞ്ഞ് കണ്ണുനീരൊഴുക്കും. എന്നിട്ട് അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? 18-ാമത്തെ വാക്യം. നീ രാജാവിനോടും രാജമാതാവിനോടും താഴെ ഇറങ്ങിയിരിക്കുവീൻ, നിങ്ങളുടെ ചൂടാമണിയായ ഭംഗിയുള്ള കിരീടം നിലത്ത് വീണിരിക്കുന്നു എന്ന് പറയുന്നു. രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം, നമ്മുടെ അഹങ്കാരത്തിന്റെ മുൻപിൽ നമുക്കൊന്നും സാധിക്കുകയില്ല. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരത്തില്ല. നമ്മുടെ ഗർവ്വം മാറ്റിവെക്കാം, നമ്മുടെ പ്രൈഡ് മാറ്റിവെക്കാം, നമ്മുടെ അഹങ്കാരം മാറ്റിവെക്കാം, ഉന്നത ഭാവം മാറ്റിവെക്കാം. ഞാൻ എന്തോ ആണെന്നുള്ള ഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഞാൻ ഒന്നുമില്ലെന്ന് പറയാൻ എത്ര പേര് തയ്യാറാകും? പൗലോസ് പറഞ്ഞു, ഞാൻ ആകുന്നത് കൃപയാൽ. ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും പറയുവാനുള്ളത് അത് മാത്രമായിരിക്കട്ടെ, ഞാനാകുന്നത് കൃപയാൽ. എന്നാൽ ഈ ഗർവ്വം മാറ്റിവെക്കുവാൻ കഴിയാതെ പോയാൽ ആ 27-ാം വാക്യത്തിന്റെ അവസാനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, യെരൂശലേമേ നിനക്ക് അയ്യോ കഷ്ടം, നിർമ്മലയായിരിക്കുവാൻ നിനക്ക് മനസ്സില്ല. ഇങ്ങനെ ഇനി എത്രത്തോളം രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, എന്നോടും നിങ്ങളോടും ഭയത്തോടെ ഞാൻ പറയട്ടെ, നമ്മുടെ ഉന്നത ഭാവം, ഗർവ, അഹങ്കാരം, അഹന്ത, എന്തെങ്കിലും ആണെന്നുള്ള ചിന്തകൾ, ഇതെല്ലാം വിട്ടുകളഞ്ഞ് ദൈവസന്നിധിയിൽ നാം ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ, യെരൂശലേമേ നിനക്ക് അയ്യോ കഷ്ടം, നിർമ്മലയായിരിക്കുവാൻ നിനക്ക് മനസ്സില്ല. ഇങ്ങനെ ഇനി എത്രത്തോളം? അങ്ങനെ ഗർവോടുകൂടെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്ന കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 13-ാം അധ്യായം മുഴുവനും അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പറഞ്ഞു. പക്ഷെങ്കിൽ മാറ്റം വന്നില്ല. ഇങ്ങനെ ഇനി എത്രത്തോളം നീ മുൻപോട്ട് ജീവിക്കുമെന്ന് ചോദിച്ചിട്ട് മറുപടി പറയുകയാണ്. 14-ാം അധ്യായത്തിലെ 1-ാം വാക്യം. വരൾച്ചയെക്കുറിച്ച് യെരമ്യാവിനുണ്ടായ യഹോവയുടെ വചനം. വരൾച്ച. എന്തുകൊണ്ടാ വരൾച്ച ഉണ്ടായത്? ഇവിടെ ദൈവജനത്തിന്റെ ഗർവ്, ദൈവജനത്തിന്റെ അഹങ്കാരം, ദൈവജനത്തിന്റെ ഉന്നത ഭാവം. ഹെരോദാവ് ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ ദൈവത്തിന്റെ ദൂതൻ അവനെ അടിച്ചുവെന്നും അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടുവെന്നും ദൈവത്തിന്റെ വചനം
നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. സ്വയം മഹത്വം ഏറ്റെടുക്കുവാൻ നമുക്കിടയാകരുത്. നമ്മുടെ അഹങ്കാരം താത്തുവെച്ചിട്ട് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുവാൻ എസ്ര വീണ് പ്രാർത്ഥിച്ചതുപോലെ, വീണ് കിടന്ന് പ്രാർത്ഥിച്ചതുപോലെ നമ്മളൊന്ന് താഴ്ത്തിയേൽപ്പിക്കുവാൻ ഇടയായെങ്കിൽ എത്ര നന്നായിരുന്നു. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും. ആകയാൽ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വരൾച്ച മാറണമെങ്കിൽ ദൈവജനം താഴ്മയോടുകൂടെ ഏൽപ്പിക്കുവാൻ ഇടയാകണം. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവന്റെ രക്ഷിതാവുമായുള്ളവേ. ഗർവവും അഹങ്കാരവും അഹന്തയുമുള്ള ജനത്തോടുള്ള ഒരാലോചനയാണ്. ഇസ്രായേലിന്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവന്റെ രക്ഷിതാവുമായുള്ളവേ. നീ ദേശത്ത് പരദേശിയെ പോലെയും, നീ ദേശത്ത് പരദേശി, ഒരു രാവാർക്കുവാൻ മാത്രം കൂടാരം അടിക്കുന്ന വഴിപോക്കനെ പോലെയും ഒരു വഴിപോക്കനെ പോലെ ദൈവം അവരുടെ ജീവിതത്തിലായിരിക്കുന്നു. ഭ്രമിച്ചുപോയ പുരുഷനെ പോലെയും രക്ഷിക്കുവാൻ കഴിയാത്ത വീരനെ പോലെയും ഇന്ന് ആയിരിക്കും. രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഭ്രമിച്ചുപോയ പുരുഷനെ പോലെയും രക്ഷിക്കുവാൻ കഴിയാത്ത വീരനെ പോലെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരുന്നുവെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എന്നാലും യഹോവേ, നീ ഞങ്ങളുടെ മധ്യയുണ്ട്, നിന്റെ നാമം ഞങ്ങൾക്ക് വിളിച്ചിരിക്കുന്നു, ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. എങ്കിലും മാറ്റത്തിന് അവർ തയ്യാറായില്ല. അതുകൊണ്ട് 11-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ എന്നോട്, ഈ ജനത്തിനു വേണ്ടി അവരുടെ നന്മയ്ക്കായി നീ ജനത്തിനു വേണ്ടി അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കരുത്. എത്ര ഭയാനകമായ കാര്യമാണ്. തുടർന്നുള്ള ഓരോ അധ്യായങ്ങളും വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവജനത്തിന്റെ പാപം ഉൾക്കൊള്ളുവാൻ കഴിയാതെ ദൈവം അവർക്ക് പ്രതികൂലമായിരിക്കുന്നത്, അവർക്ക് വിരോധമായിരിക്കുന്നത്, ദൈവത്തിന്റെ മുഖം തിരിച്ചു കളയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവമക്കളെ, ഗർവ നിമിത്തം രഹസ്യത്തിൽ കരയുന്ന ചില പ്രവാചകന്മാർ ഈ നാളുകളിൽ എഴുന്നേൽക്കട്ടെ. ദൈവമക്കൾ കരയേണ്ടത് അതിനു വേണ്ടിയാണ്. എന്റെ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പണമുള്ള ഒരു ഹൃദയമായി തീരുവാൻ ഇടയാകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവസാനമായി 6-ാമത്തെ കാര്യം 1 ശമൂവേൽ 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ്. 1 ശമൂവേൽ ചാപ്റ്റർ 1 വേഴ്സ് 10. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ്. അതുകൂടെ ഓർപ്പിച്ച് ഞാൻ ഈ ചിന്തയുടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് അവൾ വളരെ കരഞ്ഞു. ഹന്നയെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ മനോവ്യസനത്തോടെ വളരെ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചതിനാൽ അവൾക്ക് എന്താ സാധിച്ചത്? അവളെ നിന്ദിച്ചവരുടെ മുൻപിൽ അവൾക്കൊരു മാന്യതയുണ്ടായി. എന്ന് മാത്രമല്ല, അവളുടെ ഉദരത്തിൽ നിന്നാണ് ഒരു ദർശകനെ ദൈവം എഴുന്നേൽപ്പിച്ചത്. 3-ാം അധ്യായത്തിന്റെ 1 ശമൂവേൽ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 ശമൂവേൽ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ദർശനം ഏറെയില്ലായിരുന്നു. 21-ാം വാക്യം. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. പുരോഹിതന് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നില്ലെങ്കിലും പാപം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ജനത്തെ കൊണ്ടുപോയെങ്കിലും ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന പ്രവാചകനായി ശമൂവേലിനെ ദൈവം എഴുന്നേൽപ്പിച്ചുവെന്നും ആ ശമൂവേലിന്റെ മുൻപാകെ യഹോവയായി ദൈവം പല സന്ദർഭങ്ങളിലായി വെളിപ്പെട്ട് അവനോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം എന്താ? വളരെയധികം മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞിനു വേണ്ടി, ഒരു ആൺകുഞ്ഞിനു വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. നിന്ന മാറ്റിയെന്ന് മാത്രമല്ല, അഭിമാനത്തോടുകൂടെ ജീവിക്കുന്ന ഒരു തലമുറയെ ദൈവം അവളിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. ആ കിട്ടിയ കുഞ്ഞിനെ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചപ്പോൾ മറ്റു കുഞ്ഞുങ്ങളെ കൊടുത്ത് ദൈവം അവളെ ആദരിച്ചതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നാം എന്തിനു വേണ്ടി കരയുന്നു, എങ്ങനെ കരയുന്നു? 6 കൂട്ടം കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. ഈ രാത്രി നമുക്ക് നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. പുറത്തിറങ്ങുവാൻ
മനസ്സ് വെച്ച് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരയുന്ന പത്രോസ്. അങ്ങനെ കരഞ്ഞതുകൊണ്ട് അവന്റെ ജീവിതം യഥാസ്ഥാനപ്പെടുവാനിടയായി. അവനോടൊപ്പം യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയ്ക്കും അവസരമുണ്ടായിരുന്നു. പക്ഷെ യൂദ അവസരം ഉപയോഗിക്കാതെ അവൻ പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. അതുകൊണ്ട് അവന്റെ ജീവിതം മുഴുവനും പാഴായിപ്പോയി. കരയുവാൻ ബലമില്ലാതാകുവോളം കരഞ്ഞ് ദാവീദ് മുഴുവനും തിരിച്ചു കൊണ്ടുവന്നതുപോലെ നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നത് മുഴുവനും തിരിച്ചു പിടിക്കുവാൻ ഈ ദിവസങ്ങളിൽ ബലമില്ലാതാകുവോളം കരയുന്ന ദാവീദുമാർ എഴുന്നേൽക്കട്ടെ. ഇരുന്ന് കരയുന്ന നെഹമ്യാവിനെ പോലെ കരയുന്ന ചില പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇടിഞ്ഞു കിടക്കുന്ന ചിലതൊക്കെ പണിതെടുക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദൈവാലയത്തിന്റെ മുൻപിൽ വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഏറ്റുപറയുന്ന എസ്രയെ പോലെയുള്ള പുരോഹിതന്മാരുണ്ടെങ്കിൽ ജനം മാനസാന്തരത്തിലേക്ക് വരും. ജനം അനുദപിച്ച് മടങ്ങി വന്ന് വിശുദ്ധിയിലേക്ക് അവർക്ക് വരുവാനായിട്ട് കഴിയും. രഹസ്യത്തിൽ കരയുന്ന യിരെമ്യാവിനെ പോലെയുള്ള ആളുകളുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവജനത്തിന്റെ ഗർവ്വം മാറി അവരുടെ ഹൃദയത്തിൽ താഴ്മ ധരിക്കുവാനിടയായി തീരും. മനോവ്യസനത്തോടെ കരയുന്ന ഒരു ഹന്നയുണ്ടെങ്കിൽ പുരോഹിതന്മാരുടെ കണ്ണ് മങ്ങുമ്പോഴും മറ്റൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, നമ്മൾ എന്തിനു വേണ്ടിയാ കരയുന്നത്? കൊറോണ വൈറസ് മാറുന്നതിന് വേണ്ടിയാണോ? നല്ല കാര്യം. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ മുഖ്യമായ ലക്ഷ്യം അതായിരിക്കരുത്. അതിനപ്പുറത്ത് അത് താൽക്കാലികമാണ്. അത് നമ്മുടെ കണ്ണിന് മുൻപിൽ സംഭവിക്കുന്നതാണ്. അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ആത്മാവിന്റെ നിത്യതയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, നിത്യരാജ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരേണ്ടതിന് നമുക്ക് വേണ്ടി അപേക്ഷിപ്പാൻ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അപേക്ഷിപ്പാൻ, കണ്ണുനീരൊഴുക്കുവാൻ, സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ ഇടിവിൽ നിന്ന് മതിലും കെട്ടി ദൈവത്തോട് അപേക്ഷിപ്പാൻ ഞാനൊരു പുരുഷനെ അന്വേഷിക്കുന്നുവെന്ന് ദൈവം പറയുമ്പോൾ ആ പുരുഷന്മാരായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുനീരിന് ഫലമില്ലാതെ പോകത്തില്ല. കരയുന്നത് ബലഹീനതയല്ല, കരയുന്നതാണ് ഒരു ദൈവപൈതലിന്റെ ബലമെന്ന രാത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രികാലം ഞങ്ങളുടെ കാഴ്ചപ്പാടുകളൊന്ന് മാറുവാൻ, ഞങ്ങൾ എന്തിനു വേണ്ടി കരയുന്നുവെന്ന് തിരിച്ചറിഞ്ഞ്, കർത്താവേ, കൊറോണ വൈറസിന് ഞങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ കഴിയും, ഒരുപക്ഷെ ഞങ്ങളുടെ ജീവനെ എടുക്കുവാൻ അതിന് കഴിയും. എന്നാൽ നിത്യതയോളം ഞങ്ങളെ കൊണ്ടെത്തിക്കുന്ന ആ ദൈവകൃപയുടെ മുൻപിൽ ഇന്ന് രാത്രി ഇരുന്ന് കരയുവാൻ, ദൈവമേ, ഒരു ദൈവീക വിശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നതിന് വേണ്ടി ഇരുന്ന് കരയുവാൻ, കിടന്ന് കരയുവാൻ, നിന്ന് കരയുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരിൽ പാപം കടക്കാതെ, അവരിൽ ലോകം കടക്കാതെ, അവർ ലോകത്തിലേക്ക് ഇറങ്ങാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കേണ്ടതിന് അവർക്ക് വേണ്ടി കരയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥകളെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഹങ്കാരം താഴ്ത്തിവെച്ച് ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായി തീരേണ്ടതിന് താഴ്മയ്ക്ക് വേണ്ടി കരയുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. വിനയ സ്വഭാവത്തിന് വേണ്ടി കരയുന്നവരാക്കി ഞങ്ങളെ തീർക്കുമാറാകണമേ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. എല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാ ദോഷങ്ങളിൽ നിന്നും വിടിവിച്ച് കാക്കണം. മഹത്വം കർത്താവ് തന്നെ എടുക്കണം. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഭദ്രമായി കാക്കണം. യേശു നാമത്തിൽ വിനയമായിട്ട് അപേക്ഷിക്കുന്നത് കൃപയോടെ കേട്ടുത്തരവല്ലുമാറാകണമേ. ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കാവലും പരിപാലനവും എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടുകൂടെയും ഇന്നുമെന്നും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. God bless you all.